ഹലോ നമസ്കാരം, saiarts ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു അനിമേഷനാണ്. ആ അനിമേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതേപോലുള്ള ആ ഒരു ലോഡിങ് അനിമേഷൻ എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പുതിയ കോമ്പോസിഷൻ എടുക്കുന്നു, ഓക്കെ കൊടുക്കുക. അതിനുശേഷം കോമ്പോസിഷനിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സോളിഡ് ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഈ ലെയറിനെ നമുക്ക് അൺസെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മാസ്ക് കട്ടായിരിക്കും നമുക്ക് വരുന്നത്. ജസ്റ്റ് അൺസെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഫിൽ കളറാണ് വേണ്ടത്. ജസ്റ്റ് ഫിൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സ്ട്രോക്ക് കളർ നൺ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് കളർ ആദ്യം സെലക്ട് ചെയ്യുക. ഓക്കെ അതിനുശേഷം നമ്മുടെ ടൈറ്റിൽ സേഫ് ആക്ഷൻ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യുക. കുറച്ച് താഴോട്ട് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും ലെയറുകളൊന്നും സെലക്ട് ചെയ്യാതെ അടുത്ത ഷേപ്പ് ലെയറായ എലിപ്സ് ടൂൾ എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ പോർഷനിൽ കൊണ്ടുവച്ചിട്ട് കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് ഇതേപോലെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഇനി ഈ ലെയറുകളെല്ലാം റീനെയിം ചെയ്യണം. ഫസ്റ്റ് ലെയർ ഇതാണ്. ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം ഞാൻ ഫ്ലോർ എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് റീനെയിം ജസ്റ്റ് ഞാൻ ബാൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി ഒരു പുതിയ നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ബാളും ഫ്ലോറും സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ നള്ളിലേക്ക് പാരൻ്റ് ചെയ്യുന്നു. ഇനി നൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്ഷൻ അകത്ത് പോയിട്ട് ട്രാൻസ്ഫോം റൊട്ടേഷൻ കീ കൊടുത്തിട്ട് കീ ഫ്രെയിം കുറച്ച് മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം റൊട്ടേഷൻ ജസ്റ്റ് 1 കൊടുക്കുക. അതൊരു 2 സെക്കൻഡിനടുത്തേക്ക് വരുന്ന കൊണ്ടുവയ്ക്കുക. 2 സെക്കൻഡ് ആവശ്യമില്ല, 2 സെക്കൻഡ് അവിടത്തേക്ക് കൊണ്ടുവച്ചിട്ട് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നമുക്ക് അനിമേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കീ ഫ്രെയിം അസിസ്റ്റൻ്റ് ഈസി കൊടുക്കുന്നു. അതിനുശേഷം ഗ്രാഫിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്രാഫ് കറക്റ്റ് സെൻറ്ററിലേക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ഇനി ഗ്രാഫിന് മാറ്റിയിട്ട് പ്ലേ ചെയ്ത് വെക്കുക. ഓക്കെ ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് പൊസിഷന് കീ കൊടുക്കുന്നു. എൻ്റെ കീ ഫ്രെയിമിലും കൊണ്ടുവച്ചിട്ട് പൊസിഷൻ ഹോൾഡ് കീ ഫ്രെയിം കൊടുക്കുന്നു. ഇനി ജസ്റ്റ് ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. ഓക്കെ ഇവിടെ നിർത്തിയതിന് ശേഷം ഞാൻ ജസ്റ്റ് പൊസിഷന് വീണ്ടും കീ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വൈ ആക്സിസ് കുറച്ച് മുകളിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ അപ്പോൾ എനിക്ക് അനിമേഷൻ ഇങ്ങനെ പോയി കുറച്ച് മുകളിലേക്ക് ചെന്നിട്ട് ആണ് അനിമേഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാൾ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം ആ ടൈം ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും കട്ടായിട്ട് പോകും. ഇനി തൊട്ട് താഴത്തെ ബാൾ ലെയർ സെലക്ട് ചെയ്യുക, ആൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലോസ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും കട്ടായി. ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമതെടുത്ത ബാളിൻ്റെ പൊസിഷൻ എടുക്കുക. ഈ കീ ഫ്രെയിം തീരുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇനി നമ്മൾ രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ബാളിനകത്ത് കിടക്കുന്ന ഒബ്ജക്റ്റ് നൾ ഒബ്ജക്റ്റ് നമ്മളത് ഹൈഡ് ചെയ്യുന്നു. ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ടൈം ലൈൻ എൻഡിൽ കൊണ്ടുവച്ചതിന് ശേഷം പൊസിഷന് കീ കൊടുക്കുക. കുറച്ച് മുന്നോട്ട് നിർത്തിയതിന് ശേഷം ആ പൊസിഷൻ ജസ്റ്റ് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഇനി ടൈം ലൈൻ കുറച്ചുകൂടെ മുന്നോട്ട് നിർത്തുന്നു. ഹോൾഡ് കീ ഫ്രെയിം കൊടുക്കുക. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നിർത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ടൈം ലൈൻ കുറച്ച് മുന്നോട്ട് നിർത്തി ഹോൾഡിങ് കീ ഫ്രെയിം കൊടുത്തതിന് ശേഷം സെൻറ്റർ നിർത്തുക. വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും ടൈം ലൈൻ കുറച്ച് മുന്നോട്ട് നിർത്തിയിട്ട് ഹോൾഡ് കീ ഫ്രെയിം ടൈം ലൈൻ
ഓക്കെ, വീണ്ടും ഹോൾഡ് കീ ഫ്രെയിം, ടൈമിൽ നിർത്തിയതിനു ശേഷം ഓക്കെ. നമുക്ക് അനിമേഷൻ നടക്കുന്നത് ഓക്കെ. ഈ ഫ്രൈ അനിമേഷൻ്റെ ഓക്കെ ഇവിടുന്ന് വന്നു. ഓക്കെ, ഇത് ഇത്രയും നമുക്ക് പോകണ്ട, ശകലം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കീ ഫ്രെയിം അസിസ്റ്റൻ്റ് ഈ സീസ് കൊടുക്കുക. ഗ്രാഫിൽ പോയിട്ട് ഗ്രാഫ് ഒന്ന് സൂം ചെയ്യുക. ഇനി ഓരോ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് നേരെ തിരിച്ചിങ്ങോട്ട്, ഇത് ഈ സൈഡിലേക്കും ഈ പോയിൻ്റ് പിടിച്ച് ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പോയിൻ്റ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ആനിമേഷൻ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രീ കോമ്പോസ് കൊടുക്കുക, ആനിമേഷൻ. ഓക്കെ, ഇനി ആ ലെയർ അൺസെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും എലിപ്സ് ടൂൾ എടുത്തതിന് ശേഷം കറക്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ അനിമേഷൻ ലെയറിൽ വന്നതിന് ശേഷം നൺ മാറ്റിയിട്ട് ആൽഫ മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും മാറ്റ്. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ബാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അനിമേഷൻ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്തതിനകത്ത് കയറിയതിനു ശേഷം ഫസ്റ്റ് ഫ്രെയിം വച്ചിട്ട് നമ്മുടെ റൂളർ എടുക്കുക. റൂളർ എടുത്ത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം സെക്കൻഡ് ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നോക്കുക. അപ്പോൾ അത് യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ ഫ്രെയിം കിട്ടും. അപ്പോൾ ജസ്റ്റ് കീ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് പൊസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഫുള്ള് കീ ഫ്രെയിം സെലക്ട് ആവും. ഇനി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എല്ലാം ഒരിടത്ത് തന്നെയാണ് അനിമേഷൻ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് തിരിച്ച് കോമ്പോസിഷനിൽ വരിക. നമുക്കിവിടെ ഇത് മാറ്റ് ആൽഫ മാറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആനിമേഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ലെയറും സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, പ്രീ കോംബ് ചെയ്യുന്നു, ഫൈനൽ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ജസ്റ്റ് സ്കെയിൽ എടുക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് ഈ ഫൈനൽ എന്ന ലെയർ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഷേപ്പ് ലെയറിനകത്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി കൊടുത്ത ആ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്യുക. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. തൊട്ട് ബാക്കിൽ ഏറ്റവും ബാക്കിൽ ലെയറായിട്ട് ഇടുക. ആ ലെയറിൽ നിന്ന് ഹൈഡ് മാറ്റിയിട്ട് ഷോ കൊടുക്കുന്നു. അത് റീനെയിം കൊടുക്കുന്നു. ഞാൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. ഇവിടെ ഫില്ല് മാറ്റിയിട്ട് നൺ കൊടുക്കുക. സ്ട്രോക്ക് കളറ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക് കളർ സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രോക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്ഷൻ അകത്ത് പോയിട്ട് ആഡ് ട്രിം പാത്ത് അപ്ലൈ ചെയ്യാം. ട്രിം പാത്തിനകത്ത് വന്നിട്ട് ഫസ്റ്റ് ഫ്രെയിം കൊണ്ടുവന്നിട്ട് ഓഫ്സെറ്റ് 0 കൊടുക്കുക. എൻഡ് 0 കൊടുക്കുക. കീ കൊടുക്കുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് 100 കൊടുക്കുക. ഇനി സ്റ്റാർട്ടിന് കീ കൊടുക്കുന്നു. 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 100 കൊടുക്കുക. അപ്പോൾ നമുക്ക് അനിമേഷൻ നടക്കുന്നത് വന്നു. ഓക്കെ, ഇതൊന്ന് ഗ്രാഫ് എടുത്തിട്ട് കീ ഫ്രെയിം സ്മൂത്ത് ചെയ്യുക. അതിനുശേഷം ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് എടുത്തിട്ട് നമ്മുടെ ആ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഈ കീ ഫ്രെയിമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിൻ്റെ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അനിമേഷൻ കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ
തിരിച്ച് പഴയ കോമ്പോസിഷനിൽ വരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സോൾ ലെയർക്ക് സെറ്റാക്കുന്നു. അത് ജസ്റ്റ് ഒരു ഗ്രേ കളറ്. ഓക്കെ, തൊട്ട് ബാക്കിലേക്ക് സെറ്റാക്കിയിടുന്നു. നമുക്ക് അനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ സോളിൻ്റെ ഇത്രയും ഗ്രേ വേണ്ട, അതിനുവേണ്ടി ലെയർ സോൾ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ അനിമേഷനാണ് വേണ്ടത്. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ന്യൂ ടെക്സ്റ്റ് എടുക്കുന്നു. ഞാൻ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് ലോഡിങ് എന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുക. ലോഡിങ്ങിനകത്ത് പോയതിന് ശേഷം അനിമേറ്റ് പൊസിഷൻ്റെ വാല്യൂ -45 കൊടുക്കുന്നു. ജസ്റ്റ് താഴോട്ട് ഒന്നും കൂടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി റേഞ്ച് സെലക്ടറിനകത്ത് പോയിട്ട് എൻഡ് 0 എടുക്കുന്നു. കീ കൊടുക്കുക. 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 100 കൊടുക്കുക. സ്റ്റാർട്ട് കീ കൊടുക്കുന്നു. 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 100 കൊടുക്കുക. ആ സ്റ്റാർട്ടിൻ്റെ കീ ഫ്രെയിം ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. F9 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അനിമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അനിമേഷൻ തീരുകയാണ്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കട്ടായി കിട്ടും. അത് എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് പോയി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും Ctrl D പ്രസ് ചെയ്ത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ അനിമേഷൻ തീരുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഇത് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് അനിമേഷൻ ആ ഒരു വർക്ക് ഏരിയ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിലെ അനിമേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള അനിമേഷനാണ്. അപ്പം ഇതേപോലുള്ള സിമ്പിൾ അനിമേഷൻസും അതുപോലെ തന്നെ ടൈറ്റിൽ ഗ്രാഫിക്സ് അനിമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.